കേരളത്തിലിപ്പോ തൂഫാൻ ആഞ്ഞടിക്കുകയാണ്. അപ്പോ തൂഫാൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ തൂഫാന്റെ ഭാഗമായി പോലീസ് പിടിക്കുന്നു. അങ്ങനെ ഈ തൂഫാന്റെ ചുമതല ഉണ്ടായിരുന്ന നോഡൽ ഓഫീസറെ മാറ്റുന്നു. പിന്നീട് പ്രചാരണം നടക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന ഫോട്ടോയുമായി സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നു. മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ UDF-നെ മുഖ്യമന്ത്രിയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ഉത്തരവാദിത്തപ്പെട്ട UDF-ന്റെ ഘടകകക്ഷി നേതാവ് എന്ന നിലയ്ക്ക് AK നാസർ മാസ്റ്റർ നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. AK നാസർ മാസ്റ്റർ, അപ്പൊ ഇതിലൊരു വ്യക്തത ജനങ്ങൾക്കറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം കണ്ണുടച്ച് വിശ്വസിക്കുന്ന പഴയകാലം മാറി. അപ്പോ നാസർ മാസ്റ്ററുടെ അഭിപ്രായത്തിൽ എന്താണ് ഒരു ജനങ്ങൾക്ക് കൊടുക്കാൻ വ്യക്തമായ ഒരു അഭിപ്രായം, മറുപടി? നമ്മളിപ്പോ ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് UDF സർക്കാർ വന്നതിന് ശേഷം നടപ്പിലാക്കുന്ന വലിയൊരു പദ്ധതിയാണ് തൂഫാൻ. ആ തൂഫാൻ ഒരു കൊടുങ്കാറ്റായിട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പിടിക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് അതിൽ വളരെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളുകൾ, വളരെ ഉത്തരവാദിത്തത്തോടു കൂടി മുൻകാല ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് ചേർന്ന് നിന്നിരുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളാണ് ഇപ്പൊ അതിൽ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടക്ക് കഴിഞ്ഞ ദിവസം തൂഫാനുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ എടുത്തിരുന്ന ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മെസ്സി വിവാദം ഉൾപ്പെടെയുള്ള CPM-നെ പ്രതിസന്ധിയിലാക്കിയ ഒരുപാട് വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നൊരു സംഭവമാണത്. അങ്ങനെ മുഖ്യമന്ത്രി എന്നല്ല, എല്ലാവരുടെ കൂടെയും, എല്ലാ മന്ത്രിമാരുടെയും MLA-മാരുടെയും പ്രധാനപ്പെട്ട ആളുകളുടെ ഒക്കെ കൂടെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് സെൽഫി വ്യാപകമായ ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആളുകളൊക്കെ ഓരോ പിന്നെ കുറ്റവാളികളാകുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടാൽ അതൊക്കെ ആ ഫോട്ടോ എടുത്ത ആളുകളുടെ പേരിൽ ചാർത്തുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതൊന്നും പിന്നെ നമുക്ക് അത് പറഞ്ഞിട്ട് ഒരാളെ തളർത്താനോ തകർക്കാനോ കഴിയില്ല. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരിൽ വളരെ വ്യാപകമായിട്ടുള്ള PR വർക്കും അറ്റാക്കുമായിരുന്നു നടന്നിരുന്നത്. പക്ഷെ അതൊക്കെ ജനം തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളഞ്ഞ് 102 സീറ്റിലേക്ക് വരെ UDF-നെ വിജയിപ്പിച്ച ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരിതൊക്കെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. കുറ്റവാളികളായിട്ട് ആരുണ്ടെങ്കിലും അവരെ പിടിക്കപ്പെടണം, അതിൽ സംശയമൊന്നുമില്ലാതെ. UDF ആണെങ്കിലും LDF ആണെങ്കിലും ആരാണെങ്കിലും പിടിക്കപ്പെടണം. പക്ഷെ ഈ ഒരു ഫോട്ടോന്റെ പേരിൽ അത് സ്വാഭാവികമായിട്ടും പൊതുവെ യാത്ര നടത്തിയ സമയത്ത് അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ എത്തിയതാണ്. ആ എത്തിയ സമയത്തൊക്കെ ഫോട്ടോ എടുത്ത ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആ എടുത്ത ആളുകളൊക്കെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പിടിക്കപ്പെടുമ്പോൾ അത് അയാളോട് ചേർന്ന ആളാണ്, അയാളോട് ബന്ധപ്പെട്ട ആളാണ്, സ്വന്തം ആളാണ് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമല്ല. അപ്പൊ എന്തായാലും ആ വിഷയത്തില് പിന്നെ അത് കുറ്റക്കാരനാണെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് അഭിപ്രായം. അപ്പോ വ്യാപകമായിട്ട് ഇങ്ങനെ ആളുകളെ പിടിക്കപ്പെടുമ്പോൾ പ്രതിരോധത്തിലാകുന്ന ആളുകൾക്ക് തിരിച്ച് ഇങ്ങോട്ട് പറയാൻ കിട്ടുന്ന ഒരു ചാൻസ് വ്യാപകമായ രൂപത്തിൽ സോഷ്യൽ മീഡിയ വഴി ഉപയോഗപ്പെടുത്തുകയാണ് എന്നാണ് ഈ മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം CPM ഒക്കെ പ്രതിസന്ധിയിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വഴി മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനെതിരെ ആരോപണ ശരങ്ങൾ ഉയർത്തുന്നതെന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാലപ്പോ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് CPM-നെ പ്രതിസന്ധിയിലാക്കുന്നത് ഈ മെസ്സി വിവാദം തന്നെയാണ്. കാരണം ആ സമയത്ത് കഴിഞ്ഞ ഒരു ഭരണത്തിന്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ ചെറുപ്പക്കാരായ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെസ്സി അവിടെ കൊണ്ടുവരുന്നു പറഞ്ഞത്. അന്നത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ അദ്ദേഹം പിന്നെ നിർബന്ധമായിട്ടും ഇയാളെ കൊണ്ടുവന്നിരിക്കും എന്ന് പലതവണ ആവർത്തിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ചാനലിന്റെ ഉടമ അവരത് ഒരു പ്രൈവറ്റ് പാർട്ടി എന്നുള്ള സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ട് അവര് കൊണ്ടുവരും എന്നുള്ള രൂപത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. മാത്രമല്ല കലൂർ സ്റ്റേഡിയം വരെ അവര് നന്നാക്കാൻ വേണ്ടി, അപ്പോൾ അതിലൊക്കെ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിരുന്ന ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ തട്ടിപ്പിലൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ പ്രയാസമുണ്ട്. ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി അടക്കം ഇപ്പോ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വിവരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അന്നത്തെ മുൻ മുഖ്യമന്ത്രി അടക്കം നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന CPM-ന് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു വഴിവാണല്ലോ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഏകരാഷ്ട്ര മാസ്റ്റർ പറയുന്നത് വിവാദങ്ങളിൽ നിന്നും ഒന്ന് തലയുയർന്ന വിവാദങ്ങളെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോ
മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനെതിരെ ഇങ്ങനെ അദ്ദേഹത്തിനൊപ്പം ഫോട്ടോ എടുത്ത ഒരാൾ ലഹരി കടത്തിൽ പിടിക്കപ്പെട്ടപ്പോ ഈ മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ എന്നാണ് AK നാസർ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം ശരിയാണ്, ഇപ്പൊ ആര് കുറ്റപ്പെടുത്തിയാലും ആര് വിമർശിച്ചാലും ഇനി എന്ത് പറഞ്ഞാലും ഫോട്ടോ എടുക്കുന്നവർ ഇപ്പൊ ഇവിടെ പല പ്രമുഖ വ്യക്തികളുടെ കൂടെ പലരും ഫോട്ടോ എടുക്കുന്നു. ഒരു ഭാവിയിൽ മന്ത്രിയാവോ MLA ആവോ വേറെ ആരെങ്കിലും ആവോ എന്ന് പറയാൻ പറ്റില്ലല്ലോ, പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ആരെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത ആളെ പിടിക്കപ്പെട്ടാൽ അതൊക്കെ ജനമാണ് വിലയിരുത്തേണ്ടത്. ആ ജനങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി വേണമായിരുന്നു. ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ നാസർ മാസ്റ്റർ വ്യക്തമായി അതിന്റെ മറുപടി അദ്ദേഹത്തിൻ്റെതായ പാർട്ടിയുടെ UDF-ന്റേതായ ഒരു മറുപടി അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ജനങ്ങളാണല്ലോ വിലയിരുത്തേണ്ടത്, ജനങ്ങൾ വിലയിരുത്തട്ടെ. ജവാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.